നമസ്കാരം. ഇന്ന് നമ്മളൊരു കിടിലൻ പാവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാവയ്ക്ക എന്ന് കേട്ടപ്പോൾ തന്നെ അയ്യോ കയ്പ്പ് എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. ഇനി കയ്പ്പത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കാം. എന്നിട്ട് അതിൽ വെള്ളം കളഞ്ഞെടുത്താൽ മതി. ഒരുവിധം കയ്പ്പൊക്കെ അങ്ങ് മാറിക്കോളും. എന്തായാലും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അത് മാറ്റി വെച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ നല്ല ജീരകം ഉണ്ടല്ലോ, ജീരകവും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ വേണം, അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം ഉണ്ടല്ലോ അത് ചതച്ച് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം ചേർക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ചുക്കുപൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം റെഡി.